യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആ ഏവർക്കും എന്നത് അത് വലിയ വ്യാപ്തിയുള്ള, അത് വലിയ ആഴമുള്ളതായ ഒരു ആത്മീയ സത്യമാണ്. ഏവർക്കും, ഇതുവരെ ദൈവത്തെ അനുഭവിക്കാത്തവർക്കും, ഇതുവരെ ദൈവനിഷേധിയായി ജീവിച്ചവർക്കും, ഇതുവരെ പാപരാഗ മോഹങ്ങൾക്ക് അടിമയായി ജീവിച്ചവർക്കും, ഇതുവരെ നിരീശ്വരവാദത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ദൈവമില്ല എന്ന് പറഞ്ഞവർക്കും ആർക്കും രക്ഷപ്പെടാം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. യേശുവിനെ കൈക്കൊള്ളണം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അങ്ങനെ ചെയ്താൽ ആർക്കും, ഏതൊരുവനും ദൈവത്തിൻ്റെ മക്കളാകാം. മക്കളായാൽ പിന്നെ അപ്പനെ എന്ത് വിളിക്കും? അപ്പ എന്ന് വിളിക്കും. ഡാഡി എന്നോ പപ്പയെന്നോ, അങ്ങനെ അപ്പനെന്നോ ചാച്ചനെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കും നമ്മുടെ മാതാപിതാക്കളെ. ആ സ്വന്തം മാതാപിതാക്കളെ എന്തുകൊണ്ടാണ് നാം അങ്ങനെ വിളിക്കുന്നത്? അവർ നമ്മുടെ അപ്പനാണ്. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഭൂമിയിലെ പിതാവിനെ അപ്പ എന്ന് വിളിക്കുന്നു. എന്നാൽ നമുക്ക് ആത്മീയമായ ജന്മം തന്ന, ആത്മീയമായ ജീവൻ തന്ന, നമുക്ക് നിത്യജീവൻ്റെ അവകാശം തന്ന, നമ്മുടെ പാപക്കറകൾ കഴുകി നിത്യശിക്ഷാവിധിയിൽ നമ്മെ രക്ഷിച്ച യേശുവിനെ, ദൈവത്തിൻ്റെ വചനപ്രകാരം യേശുവിനെ നാം കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തെ ധൈര്യമായി നിങ്ങൾക്ക് അപ്പ എന്ന് വിളിക്കാം. അതൊരു പദവിയാണ്, അതൊരു ഭാഗ്യമാണ്. അതൊരു സാധാരണ പദവിയല്ല, അതൊരു ഉന്നത പദവിയാണ്. നിങ്ങളത് പ്രാപിച്ചോ പ്രിയരെ? നിങ്ങൾക്കും ലഭിക്കും സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവി.